തിരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ തോൽവി സംബന്ധിച്ച പാർട്ടിയാണ് CPM. എല്ലാവർക്കും അറിയാം. കാരണഭൂതം മുതൽ താഴെ എല്ലാ ഭൂതഗണങ്ങൾക്കും അറിയാം തോൽക്കാൻ പോകുകയാണ്. കേരളം ഭരിക്കാൻ പോകുന്നത് UDF ആണ്. അതല്ലെങ്കിൽ BJPയുടെ ശക്തി എത്രമാത്രമാണ് എന്ന് നമുക്ക് ഇലക്ഷൻ കഴിയുമ്പോൾ മനസ്സിലാകും. അവർ എത്രമാത്രം സീറ്റുകൾ നേടും. അവരും ഒരുപാട് സീറ്റ് പിടിക്കുമെന്നാണ് കണക്കുകൂട്ടൽ. എന്തൊക്കെയായാലും ഇപ്പൊ BJP അധികാരത്തിൽ വരുമെന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. കാരണം അത്രമാത്രം ഒരു കടന്നുവരവ് BJPക്ക് സാധ്യമാകുമോ എന്നുള്ളത് അറിയില്ല. പക്ഷെ ഒരുപാട് സീറ്റ് പിടിക്കും, ഉറപ്പാണ്. പക്ഷേ ഇവിടെ ഭരിക്കാൻ പോകുന്നത് UDF ആയിരിക്കും എന്നുള്ളതിന് യാതൊരു തർക്കവുമില്ല. ഇത് UDFന്റെ ഒരു പ്രത്യേക മഹിമ കൊണ്ടൊന്നുമല്ല, ഈ കാരണബോധത്തിന്റെ ടീമിനോടുള്ള എതിർപ്പ്. അപ്പൊ ഇതാണ് ഇപ്പോ സംഭവിക്കാൻ പോകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മറ്റൊന്ന് ഇയാളാണ് നയിക്കുന്നത്, അതാണ് മറ്റൊന്ന്. അതായത് വെറുക്കപ്പെട്ടവൻ, അല്ലെ, വെറുക്കപ്പെട്ടവൻ, നികൃഷ്ട ജീവി, പരനാറി എന്നൊക്കെ ആര് പറഞ്ഞതാണ്? കാരണഭൂതം തന്നെ പറഞ്ഞതാണ്. കാരണഭൂതത്തിന്റെ ഡിക്ഷണറിയിലെ പദപ്രയോഗങ്ങളാണ് പരനാറി, നികൃഷ്ടജീവി, കുലംകുത്തി, വെറുക്കപ്പെട്ടവൻ, അല്ലേ? അങ്ങനെ ഈ പദപ്രയോഗങ്ങളെല്ലാം അർഹിക്കുന്ന ഒരേ ഒരാൾ ഇന്ന് കേരളത്തിലുള്ളൂ, അത് കാരണഭൂതമാണ്. ഈ കാരണഭൂതമാണ് നയിക്കുന്നത്. അതെന്തപ്പ അങ്ങനെ? വേറെ ആരും ഇല്ല നയിക്കാൻ, ആരുമില്ല. വേറെ ആരാ നയിക്കാനുള്ളത്? അപ്പോൾ ഈ കാരണഭൂതത്തിന്റെ പടം വെച്ചിട്ട്, കാരണഭൂതത്തിന്റെ പോസ്റ്റർ ഒട്ടിച്ചിട്ട്, കാരണഭൂതവും കാരണഭൂതത്തിന്റെ മരുമകനും ഇനി വരാനിരിക്കുന്ന മന്ത്രിസഭ, കാരണഭൂതത്തിന്റെ മനസ്സിൽ എന്താണെന്ന് അറിയോ? ഞാനിപ്പോ പറഞ്ഞല്ലോ എന്തായാലും ഈ തോൽവി സമ്മതിച്ചു എന്ന്. അങ്ങനെ തോൽവി സമ്മതിക്കുമ്പോഴും കാരണഭൂതത്തിന്റെ മനസ്സിൽ എങ്ങാനും ജയിച്ചാലോ, എങ്ങാനും ജയിച്ചാൽ ആരാവണം മുഖ്യമന്ത്രി? മരുമോനാകണം മുഖ്യമന്ത്രി. ജയിച്ചാൽ മരുമോൻ മുഖ്യമന്ത്രി ആവണം. അതിനുള്ള തയ്യാറെടുപ്പുകളാണ്. ഇപ്പതാ ഇന്നലത്തെ ഈ മുണ്ടക്കൈ ചൂരൽമലയിൽ അവിടെ എന്താണ് ഇയാൾക്ക് കാര്യം എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. മരുമോൻ അവിടെ എന്താ കാര്യം? മരുമോനുണ്ട് ചുവന്ന ഷർട്ട് ഇട്ടിട്ട് കൈയൊക്കെ പൊന്തി ഇതിനു വേണ്ടിയിട്ട് കെ ശൈലജ ഒരു മികച്ച മന്ത്രി എന്നൊന്നും എനിക്ക് ഒരഭിപ്രായമില്ല. അവര് ചെയ്തു കൂട്ടിയ ഒരുപാട് തോന്നിയാസങ്ങളുണ്ട്. പക്ഷെ എങ്കിലും പൊതുസമൂഹത്തിൽ കുറെ ആൾക്കാരെങ്കിലും കരുതുന്നു ശൈലജ ആവണം മുഖ്യമന്ത്രി എന്നൊക്കെ പറയുന്ന ഒരു കൂട്ടം ആൾക്കാരുണ്ട്. ഇതുകൊണ്ടൊക്കെ ആവാം ശൈലജ ഒരിക്കലും മത്സരിക്കരുത്, മത്സരിച്ചാൽ തന്നെ ജയിക്കരുത്. അതുകൊണ്ടാണ് മട്ടന്നൂരില് വസീഫിനെയാണ് നിർത്താൻ പോകുന്നതാണ് കേട്ടത്. മട്ടന്നൂരിൽ കഴിഞ്ഞ പ്രാവശ്യം മട്ടന്നൂരായിരുന്നു 60,000 ചില്ലാൻ വോട്ടുകൾക്ക് ഈ ടീച്ചറമ്മ ജയിച്ച മണ്ഡലം. അവിടെ ഇനി ടീച്ചറമ്മ നിൽക്കണ്ട, നിന്നാൽ എങ്ങാനും ജയിച്ചാലോ? ജയിക്കാൻ പോകുന്നില്ല, വേറെ കാര്യം. ടീച്ചറമ്മ എവിടെ നിന്നാലും ജയിക്കില്ല, അത് വേറെ കാര്യം. പക്ഷേ ഈ കാരണഭൂതം ടീമിന് അല്ലെങ്കിൽ കാരണഭൂതം ഫാൻസിന്റെ ഒരു അവരുടെ മനസ്സിലിരിപ്പ് എന്ന് പറഞ്ഞാൽ അവിടെ എങ്ങാനും ടീച്ചറമ്മ ജയിച്ചു പോയാലോ, മുഖ്യമന്ത്രി കസാരയ്ക്ക് വേണ്ടിയിട്ട് ആരെങ്കിലും ടീച്ചറമ്മയെ സജസ്റ്റ് ചെയ്താലോ? വേണ്ട, ടീച്ചറമ്മ ജയിക്കണ്ട, പേരുവെട്ടി മട്ടന്നൂരിൽ വേണ്ട, പകരം പേരാവൂർ നമ്മളെ സണ്ണി ജോസഫിന്റെ സീറ്റാണ്, മലയോര മേഖലയാണ്, ഇടതുപക്ഷത്തിന് ഒരു സാധ്യതയുമില്ലാത്ത സ്ഥലമാണ്. അവിടെ പോയി മത്സരിച്ചെന്നാണ് പറയുന്നത്. ഏറ്റവും അവിടെ ശൈലജ മത്സരിക്കുകയാണെങ്കിൽ, പേരാവൂരിൽ ശൈലജ മത്സരിക്കുകയാണെങ്കിൽ ഏറ്റവും നാണം കെട്ട തോൽവി, അല്ലേ? ആദ്യത്തെ തോൽവി അവിടെയായിരിക്കും. ആദ്യത്തെ തോൽവി എന്ന് പറഞ്ഞാൽ തോൽവിയുടെ പ്രഖ്യാപനം ആദ്യം വരുന്നത് പേരാവൂരിൽ നിന്നായിരിക്കും. അപ്പോൾ CPMന്റെ ഒരു ഗതികേട് അതാണ്. CPMന്റെ ഗതികേട് എന്ന് പറഞ്ഞാൽ ഈ ഗതികേട് ഉണ്ടാക്കിയത് കാരണഭൂതമാണ്. താനല്ലാതെ മറ്റാരും ഉണ്ടായിരിക്കരുത്. ഇവര് കോൺഗ്രസിനെ പരിഹസിക്കുന്നുണ്ടല്ലോ. കോൺഗ്രസിൽ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാവാൻ ഒരുപാട് പേരുണ്ട്. തർക്കങ്ങളാണ്. ശരി, കോൺഗ്രസിൽ നമുക്ക് അടുത്ത മുഖ്യമന്ത്രി ആര് എന്ന് ചോദിച്ചാൽ നമ്മുടെ മനസ്സിലേക്ക് വരുന്നു VD സതീശൻ, രമേശ് ചെന്നിത്തല. നമ്മൾ ചോദിക്കുകയാണ് VD സതീശനാണോ രമേശ് ചെന്നിത്തലയാണോ യോഗ്യൻ എന്ന് ചോദിച്ചാൽ നമുക്ക് മറുപടിയില്ല. രണ്ടുപേരും പ്രഗത്ഭരാണ്. ഇനിയുമുണ്ട് നേതാക്കൾ. എന്താ ശശി തരൂർ എന്താ മോശമാണ്? KC വേണുഗോപാൽ എന്താ മോശമാണ്? K മുരളീധരൻ എന്താ? എണ്ണി പറയാൻ ഇപ്പൊ തന്നെ അഞ്ച് പേരുടെ കാര്യം ഞാൻ പറഞ്ഞു. ഇനിയും എടുക്കാം ആൾക്കാരുടെ എണ്ണം. സുധാകരേട്ടന് കുറച്ച് പ്രായ കൂടുതലുണ്ട് എന്നേ ഉള്ളൂ. ഇവരെക്കാളൊക്കെ മുന്നിലാണ് സുധാകരേട്ടൻ എന്ന് പറഞ്ഞ കോൺഗ്രസിലെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാവാൻ യോഗ്യതയുള്ള നിരവധി പേർ. ഇനി കോൺഗ്രസിലെ ഒരു രണ്ടാം നിര എന്ന് പറഞ്ഞാൽ അതിശയിച്ചു പോകുന്ന രണ്ടാം നിരയാണ് കോൺഗ്രസിലുള്ളത്, അല്ലേ? CPMൽ ഒന്നാം നിരയുമില്ല, രണ്ടാം നിരയുമില്ല, മൂന്നാം നിരയുമില്ല. ഇതാണ് CPMന്റെ സ്ഥിതി. അപ്പോൾ യഥാർത്ഥത്തിൽ CPM എന്ന് പറയുന്ന പാർട്ടി ഈ വരുന്ന ഒന്നൊന്നര മാസം മാത്രം ഈ ഭൂമുഖത്ത് അവശേഷിക്കുന്ന പാർട്ടിയാണ്.
അടുത്ത മെയ് മാസത്തോടെ ഇങ്ങനെ ഒരു പാർട്ടി ഇല്ല. ആരൊക്കെയാണ്? ഞാൻ അത്ഭുതപ്പെട്ടു പോയത് കെ അജിത്ത്, നമ്മുടെ വൈക്കത്തെ സി പി ഐയുടെ മുൻ MLA BJP ചേരുകയാണ്. കോൺഗ്രസിലേക്ക് ആരൊക്കെ ചേരുന്നു എന്ന് പറഞ്ഞാൽ CPI-നോടൊക്കെ ഗുഡ് ബൈ പറയുകയാണ്. എല്ലാവർക്കും മനസ്സിലായി ഇനി ഒരു രക്ഷയുമില്ല, ഈ പാർട്ടിയിൽ നിന്ന് ഒരു രക്ഷയുമില്ല. ഏറ്റവും അവസാനത്തെ G. സുധാകരൻ, ആലപ്പുഴയിൽ G. സുധാകരൻ, അമ്പലപ്പുഴയിൽ G. സുധാകരൻ മത്സരിക്കാൻ G. സുധാകരൻ ആഗ്രഹിക്കുന്നു. എന്തായാലും കാരണഭൂതത്തെക്കാൾ ആരോഗ്യമുള്ള വ്യക്തിയാണല്ലോ G. സുധാകരൻ അല്ലേ? സുധാകരൻ സഖാവിനെ മത്സരിപ്പിച്ചുകൂടാ എന്നാണ് പുത്തൻകൂറ്റുകാരുടെ നിർദ്ദേശം. സലാമും കൂട്ടാളികളും ഒക്കെ പാടില്ല. പക്ഷേ G. സുധാകരൻ മത്സരിക്കാൻ ആഗ്രഹിക്കുന്നു. G. സുധാകരൻ കോൺഗ്രസിലേക്കോ BJP-യിലേക്കോ പോകും എന്ന് പറയാനുള്ള അത്ര എന്താ പറയാ, അങ്ങനെ അതിർ കടന്ന് പറയാനൊന്നും ഞാൻ ആഗ്രഹിക്കുന്നില്ല. G. സുധാകരൻ എന്ന് പറയുന്ന കമ്മ്യൂണിസ്റ്റ് നേതാവിന് അങ്ങനെ പോകാൻ പറ്റില്ല. പക്ഷെ പറഞ്ഞുകൂടാ നമുക്ക് എന്തൊക്കെ സംഭവിക്കുന്നു. നമ്മുടെ മറ്റേ റെജി ലൂക്കോസും ഈ ന്യായീകരണ തൊഴിലാളികളായ CPM-ന്റെ ന്യായീകരണ തൊഴിലാളികളായിരുന്ന റെജി ലൂക്കോസും ഹസ്കറൊക്കെ ഇവര് പാർട്ടി മാറി മറ്റു പാർട്ടികളിലേക്ക് വരും, അല്ലെങ്കിൽ BJP-യിലേക്കും കോൺഗ്രസിലേക്കും ഒക്കെ വരുന്ന ആരെങ്കിലും പ്രതീക്ഷിച്ചിരുന്നോ? അപ്പൊ അതാണ് പറഞ്ഞത്, ഈ രാഷ്ട്രീയ രംഗത്തെ കൂടുവിട്ട് കൂടുമാറ്റങ്ങൾ നമുക്ക് ഒരിക്കലും പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. പക്ഷെ ഒന്ന് നമുക്ക് പ്രഡിക്റ്റ് ചെയ്യാം, അത് ഇത് മാത്രമാണ്. CPM ഇല്ല, ഇടതുപക്ഷ മുന്നണി ഇല്ല. തോൽക്കും എന്ന് തീരുമാനിച്ച് അല്ലെങ്കിൽ തോൽക്കും എന്ന് ഉറപ്പിച്ചുകൊണ്ട് മത്സരത്തിലിറങ്ങുന്ന പാർട്ടി, അല്ലെങ്കിൽ മത്സരത്തിന് മുമ്പേ തോറ്റു കഴിഞ്ഞ പാർട്ടി, അതാണ് CPM. ഒരു പക്ഷേ കേരള ചരിത്രത്തിൽ ഇങ്ങനെ ഉണ്ടാവില്ല കേട്ടോ. കേരളത്തിന്റെ ചരിത്രത്തിൽ ഇതേവരെ ഇലക്ഷന് മുമ്പ് തന്നെ ഒരു പാർട്ടി പ്രഖ്യാപിക്കുക എന്ന് പറഞ്ഞാൽ ആ പാർട്ടി പറയുകയല്ലെങ്കിലും ആ പാർട്ടിയുടെ രീതികളിൽ നിന്ന്, ആ പാർട്ടിയുടെ പ്രവർത്തനങ്ങളിൽ നിന്ന്, അല്ലെങ്കിൽ ആ പാർട്ടിയിലെ നേതാക്കന്മാരുടെ ബോഡി ലാംഗ്വേജിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്ന കാര്യമാണിത്. ഞാനിത് പറയുന്നത് എന്തുകൊണ്ടാണ് എന്ന് വെച്ചാൽ, ഇപ്പൊ ഭരണവിരുദ്ധ വികാരം ഇവിടെ ഉണ്ട് എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഒരുപക്ഷെ ചില അന്തംഗമികൾ അത് വിശ്വസിച്ചാൽ അത് പുറത്തു പറയില്ല. അതായത് കഴിഞ്ഞ 10 വർഷം പിണറായി വിജയൻ കേരളത്തിൽ ചെയ്തു കൂട്ടിയ കാര്യങ്ങൾ, ഒരുപാട് വികസനം നടത്തി എന്നൊക്കെയാണ് പറയുന്നത്. എന്ത് വികസനമാണെന്ന് ചോദിച്ചാൽ നമുക്കറിയില്ല. ജനങ്ങളാകെ അസംതൃപ്തരാണ്. ഈ നേരത്തെ ഈ പ്രകടന പത്രികയിൽ പറഞ്ഞ കാര്യങ്ങൾ പലതും അല്ലെങ്കിൽ ഭൂരിഭാഗവും ചെയ്തിട്ടില്ല. അതിൽ ഏറ്റവും പ്രധാനം ഇതാണ്, നമ്മുടെ എന്താ പറയാ, ക്ഷേമ പെൻഷൻ 2500 രൂപയാക്കും എന്ന് പറഞ്ഞിട്ടാണല്ലോ 2 തവണ അധികാരത്തിൽ വന്നത്. പക്ഷെ അത് ഈ കഴിഞ്ഞ ഒരു 2-3 മാസം മുമ്പാണ് 1600 എന്നുള്ളത് 2000 രൂപ തന്നെയെങ്കിലും ആക്കിയത്. ആശാ വർക്കർമാർ നടത്തി വരുന്ന സമരത്തെക്കുറിച്ച് നമുക്കറിയാം. അവരവസാനം ഒരു 100 രൂപ ഒരു ദിവസം കൂട്ടി തരണം എന്ന് പറഞ്ഞപ്പോൾ അതുപോലും ചെയ്തില്ല. അവസാനം ഗതി കെട്ട് എന്ന് പറഞ്ഞാൽ ചമ്മി നാറി 2 തവണയായി 1000 രൂപ വീതം അവർക്ക് കൂട്ടിക്കൊടുത്തു. അതായത് 7000 എന്നുള്ളത് 9000 രൂപ. അവർ 21000 രൂപയായിരുന്നു അവർ ആവശ്യപ്പെട്ടത്. ഇങ്ങനെ എണ്ണി പറയുകയാണ്. ഇപ്പൊ സ്കൂൾ പാചക തൊഴിലാളികൾ, അവരുടെ വേതനൊന്നും കൂട്ടിയില്ല, അവരാകെ പ്രശ്നത്തിലാണ്. ക്ഷേമനിധി പെൻഷനുകൾ, കെട്ടിട നിർമ്മാണ ക്ഷേമനിധി പെൻഷനുകളൊക്കെ 2 വർഷത്തോളം കുടിശ്ശികയാണെന്ന് പറയും. സിവിൽ സപ്ലൈസിൽ ഈ കരാറുകാർക്ക്, വിതരണക്കാർക്ക് കോടികളുടെ കുടിശ്ശികയാണ്. മരുന്ന് വിതരണക്കാർക്ക്, മെഡിക്കൽ സർവീസ് കോർപ്പറേഷന്റെ അവർക്കൊന്നും മരുന്ന് കിട്ടുന്നില്ല. കാരണം കോടികളുടെ കുടിശ്ശിക, അവിടെയും കോടികളുടെ കുടിശ്ശിക. കരാറുകാർക്ക്, പൊതുമരാമത്ത് വകുപ്പിന്റെ കരാറുകാർക്ക്. ചുരുക്കി പറഞ്ഞാൽ പിണറായി വിജയൻ 10 വർഷം മുമ്പ് അധികാരത്തിലേറുമ്പോൾ ഏതാണ്ട് 1.5 ലക്ഷം കോടി കടം എന്നുള്ളത് ഇപ്പൊ ഏതാണ്ട് 6 ലക്ഷം കോടി കടം. നോക്കണേ, 6 ലക്ഷത്തിൽ കൂടുതൽ, 6 ലക്ഷം കോടി അല്ലെ, 6 ലക്ഷം കോടി കടം. എന്നിട്ടും ദൂരത്തിന്റെ ഒരു കുറവുമില്ല. പിന്നെ ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ നമുക്ക് അവസാനത്ത് അങ്ങോട്ട് പോകാം. ഏറ്റവും അവസാനം എന്ന് പറഞ്ഞാൽ ഇന്നലെ വയനാട്ടിൽ 178 കുടുംബങ്ങൾക്ക് വീട് നൽകി എന്ന് പറഞ്ഞാൽ വീടിന്റെ താക്കോൽ നൽകി.
അതായിരുന്നു ഇന്നലത്തെ, അതായത് മുണ്ടക്കൈ ചൂരൽമല ആ ടൗൺഷിപ്പ് പദ്ധതിയുടെ 1ാം ഘട്ട ഉദ്ഘാടനം എന്നൊക്കെ പറഞ്ഞിട്ടാണ് പരിപാടി നടത്തിയത്. അതിൽ 178 കുടുംബങ്ങൾക്ക്, ആകെ 410 കുടുംബങ്ങൾക്കാണ് സർക്കാർ വീട് കെട്ടിക്കൊടുക്കുക എന്ന് വാഗ്ദാനം ചെയ്തത്. അതിനുള്ള ലിസ്റ്റൊക്കെയാണ് തയ്യാറാക്കിയത്. പക്ഷെ ഇപ്പോഴും അന്തിമ ലിസ്റ്റ് തയ്യാറായിട്ടില്ല. അതാണ് വേറൊരു കാര്യം. ഇപ്പോഴും അന്തിമ ലിസ്റ്റ് ഇനിയും ആരൊക്കെയാണ് പുറത്തുള്ളത്, ആർക്കൊക്കെയാണ് ഇനിയും വീട് വേണ്ടത്, അത്തരമൊരു ലിസ്റ്റ് ഇതുവരെ പൂർണ്ണമായി തയ്യാറാക്കി കഴിഞ്ഞിട്ടില്ല. എന്ന് പറഞ്ഞാൽ കെടുകാര്യസ്ഥതയുടെ അങ്ങേയറ്റമാണ്. പോട്ടെ, ഈ 178 വീടുകൾ കഴിഞ്ഞ ദിവസം മുണ്ടക്കൈയിൽ ഈ താക്കോൽ കൊടുത്തപ്പം കയറി താമസിക്കാൻ പറ്റില്ല. കയറി താമസിക്കാനുള്ള സൗകര്യങ്ങളൊന്നും ആയിട്ടില്ല. അത് ഇനിയും 1-2 മാസം കഴിയും എന്നാണ് പറയുന്നത്. 1-2 മാസത്തിനുള്ളിൽ ശരിയായാൽ ഭാഗ്യം, അത്രയേ പറഞ്ഞോളൂ. ബാക്കിയുള്ള 300ഓളം വീടുകൾ എന്ന് പണി തീരുന്നു ചോദിച്ചാലും അടുത്ത മഴക്ക് മുമ്പ് എന്നാ പറയാം. അടുത്ത മഴക്ക് മുമ്പ്. ഇപ്പൊ പഴയ പോലെ ഒന്നല്ല. ഇപ്പൊ മഴ തോന്നുമ്പോഴാണ് മഴക്കാലം. അതേപോലെ അടുത്ത ഏതെങ്കിലും ഒരു കാലത്ത് മഴ പെയ്യുന്നതിന് മുമ്പ് തീർത്തു കൊടുക്കുക എന്നൊക്കെയാണ് പറയുന്നത്. നമ്മളൊന്ന് മനസ്സിലാക്കേണ്ടത്, ഇവരുടെയൊക്കെ വർത്താനം കേട്ടാൽ വിചാരിക്കും ഇതെന്തോ വലിയൊരു കാരുണ്യ പ്രവർത്തനമാണെന്ന്. ഒരു കാരുണ്യ പ്രവർത്തനമല്ല. ദുരന്തബാധിതർക്ക് ഇത്തരത്തിലുള്ള പുനരധിവാസം നടത്തി കൊടുക്കേണ്ടത് സർക്കാരാണ്. ഇവിടെ അതുമല്ലെന്നേ. ഇവിടെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് 770 കോടി രൂപ, 1-2 കോടിയല്ല, 770 കോടി രൂപ ഇത് കോൺഗ്രസ്സുകാർ കൊടുത്തിട്ടുണ്ട്, BJPക്കാർ കൊടുത്തിട്ടുണ്ട്, മറ്റ് സംസ്ഥാനങ്ങളിലെ കോൺഗ്രസ് സർക്കാരുകൾ കൊടുത്തിട്ടുണ്ട്, സിദ്ധരാമയ്യ കൊടുത്തിട്ടുണ്ട് 20 കോടി കേട്ടോ. അപ്പൊ അങ്ങനെ ഇന്ത്യ മുഴുവനുമുള്ള, അല്ലെങ്കിൽ നമ്മുടെ രാജ്യം മുഴുവനുമുള്ള കാരുണ്യവാന്മാരായ ജനങ്ങൾ അവർ കൊടുത്ത പൈസയാണ് 770 കോടി രൂപ കേട്ടോ. അല്ലാതെ സർക്കാരിന്റെ ഖജനാവിൽ നിന്നെടുത്ത പൈസയല്ല. അത് നിങ്ങൾ മനസ്സിലാക്കണം. സർക്കാരിന്റെ ഖജനാവിൽ നിന്ന് മുഖ്യമന്ത്രിക്ക് 1.25 കോടിയുടെ കാറ് വാങ്ങാൻ സർക്കാരിന്റെ ഖജനാവിൽ നിന്ന് അടുത്തത്. മുഖ്യമന്ത്രിയുടെ കണ്ടത്തിൽ നിർത്തിയിട്ട ഹെലികോപ്റ്ററിന് മാസം 1 കോടി മുഖ്യമന്ത്രി ഈ ഖജനാവിൽ നിന്ന് എടുക്കുകയാണ്. മുഖ്യമന്ത്രിക്ക് മൂലക്കുരുവിന് ചികിത്സക്ക് അമേരിക്ക പോകാനുള്ള പൈസ നമ്മുടെ ഖജനാവിൽ നിന്ന് എടുക്കുകയാണ്. മുഖ്യമന്ത്രിയുടെ വാഹന വ്യൂഹം 40 വാഹനങ്ങളുടെ കമ്പനിയോടെ മാത്രമേ പോവുകയുള്ളൂ. ഇതിനുള്ള ചെലവുകൾ മുഴുവനും നമ്മുടെ ഖജനാവിൽ നിന്ന് എടുക്കുകയാണ്. പക്ഷേ വയനാട്ടിലെ ദുരന്ത ബാധിതർക്ക് വീടുണ്ടാക്കി കൊടുക്കാൻ ആവശ്യമായ ഒരു തുകയും ഖജനാവിൽ നിന്ന് എടുക്കുന്നില്ല. കാരണം അതൊക്കെ ജനങ്ങൾ കൊടുക്കുകയാണ്. അതൊക്കെ ജനങ്ങൾ കൊടുത്ത പൈസയാണ്. ഇപ്പൊ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്താന്ന് വെച്ചാൽ, ഇവരുടെ ഒരു വിചാരം ഇത് ഞങ്ങൾ ഉണ്ടാക്കി കൊടുക്കുന്നതാണെന്നാണ്. ഞങ്ങൾ എന്ന് പറഞ്ഞാൽ CPM. ഇതെന്തോ CPM ഉണ്ടാക്കി കൊടുക്കുന്ന പരിപാടിയാണ് എന്നുള്ള രീതിയിലാണ് ഇവരുടെ പ്രവർത്തനങ്ങളൊക്കെ. ഈ CPM ഒരു വീട് പോലും ഉണ്ടാക്കി കൊടുത്തിട്ടില്ല. കോൺഗ്രസിനെ കുറ്റം പറയാൻ തുടങ്ങിയിട്ട് കുറെ കാലമായി. കോൺഗ്രസ് അവിടെ സ്ഥലം വാങ്ങി കഴിഞ്ഞു. എത്രയോ ഏക്കർ സ്ഥലം വാങ്ങി, അതിൽ ശിലാസ്ഥാപനം കഴിഞ്ഞു, വീടുണ്ടാക്കാൻ പോകുന്നു. മുസ്ലിം ലീഗ് 51 വീടുകൾ ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞു. നല്ല വീടുകൾ, A ക്ലാസ് വീടുകൾ. അതല്ലാതെ ഈ 30 ലക്ഷത്തിന്റെ ഈ 30 ലക്ഷം എന്ന് പറഞ്ഞ് നിർമ്മിക്കുന്ന ഈ ഉഡായ്പ് വീടുകൾ, ആട്ടിൻകൂട് പോലുള്ള വീടുകളല്ല കേട്ടോ. ആ വീടൊക്കെ നിങ്ങൾ കാണും കേട്ടോ. ആ വീടിന്റെ ഒക്കെ സൺഷെയ്ഡൊക്കെ ഉണ്ടല്ലോ. ഇന്നത്തെ കാലത്ത് ഏതെങ്കിലും വീടുണ്ടാവും ഇങ്ങനെ ദുർബലമായ സൺഷെയ്ഡൊക്കെ? ആ വീടിന്റെ ഒരു ഡിസൈൻ പോലും നിങ്ങൾ നോക്കിയാട്ടെ. ഒട്ടും ആകർഷകമല്ലാത്ത, പറയുന്നത് 30 ലക്ഷം ഈ വീടിനെ. ഇത് ഏതുപോലെയാണെന്ന് വെച്ചാൽ, മറ്റേ ആഗോള അയ്യപ്പ സംഗമം നടന്നിട്ടേ ഈ 600 ആൾക്കാർ പങ്കെടുത്തതിന് 5000 ആൾക്കാർക്ക് സദ്യ കൊടുത്ത ആ സ്റ്റൈലാണ് ഈ വീട് നിർമ്മാണം. എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിലുള്ള ചെലവിന്റെ 10 ഇരട്ടി കാണിക്കുക. അതായത് 30 ലക്ഷത്തിന്റെ വീട് എന്ന് പറയാ, ഒരു 5-6 ലക്ഷത്തിന്റെ വീട് അത്രയേ ഉള്ളൂ. അതൊരു 30 ലക്ഷമാക്കി പെരുപ്പിച്ച് കാണിക്കുക. എന്നിട്ട് അവിടെ ഒരു ഫുട്ബോൾ ഗ്രൗണ്ട്, അല്ലെങ്കിൽ അവിടെ ഒരു നഴ്സറി, അല്ലെങ്കിൽ ഒരു അങ്കണവാടി, അല്ലെങ്കിൽ അവിടെ ഒരു മരുന്ന് കട, അല്ലെങ്കിൽ ഒരു റേഷൻ കട, ഒരു സിവിൽ സപ്ലൈസ് കട, അങ്ങനെ കുറച്ച് അൽക്കുത്ത് സാധനങ്ങൾ ഒരുക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് വേറൊരു 300 കോടി. ദൂർത്തടിക്കുക, കൈയിട്ട് വാരുക, കക്കുക, നക്കുക, മുക്കുക. അപ്പൊ ഏറ്റവും അവസാനം ഞാൻ പറഞ്ഞുകൊണ്ട് വന്നത് എന്താണെന്ന് വെച്ചാൽ, ഈ പരിപാടിക്കിടയിൽ സിദ്ദിഖ് MLA, ടി സിദ്ദിഖ് അറിയാലോ, ഈ കോൺഗ്രസിലെ വളരെ ജനപ്രിയനായ MLA ആണ് ടി സിദ്ദിഖ്. ആ ഉരുൾപൊട്ടൽ സമയത്തൊക്കെ നമുക്കറിയാം, നമ്മൾ കണ്ടതാണ്, TV ദൃശ്യങ്ങളൊക്കെ കണ്ടതാണ്. ആ ദുരന്ത ബാധിതർക്കൊപ്പം നിന്നുകൊണ്ട് തന്നെ ആ ദുരിതാശ്വാസ പ്രവർത്തനങ്ങളിലൊക്കെ മറ്റേതൊരു MLA-യെക്കാളും, മറ്റേതൊരു ജനപ്രതിനിധിയെക്കാളും അവിടെ പ്രവർത്തിച്ച ആളാണ് ടി സിദ്ദിഖ് MLA. ഇന്നലത്തെ ഈ പരിപാടിയിൽ വീട് ഈ താക്കോൽ സമർപ്പണ പരിപാടിയിൽ ടി സിദ്ദിഖ് പ്രസംഗിക്കുമ്പോൾ CPM-ന്റെ കുറെ അന്തംഗമികൾ അവിടെ ഇവിടെ നിന്ന് കൂക്കുക. എവിടെയെങ്കിലും കേൾക്കുന്നു? നിങ്ങൾ പാർട്ടി പരിപാടിയിൽ വേണം കൂക്കിക്കോ,
CPM-ന്റെ ഒരു പരിപാടിയിൽ, ശരി ഓക്കെ, CPM-ന്റെ പരിപാടിയിൽ എന്ത് തോന്നിയാസം ചെയ്യാലോ. ഇതൊരു സർക്കാർ പരിപാടിയിൽ വന്നിരുന്നു കൊണ്ട് കൂക്കുക. എന്താണ് അതിന്റെ ന്യായീകരണം? അതിന്റെ ലോജിക് എന്താണ്? അതിന്റെ ലോജിക് ഒന്നേ ഉള്ളൂ എന്ന് പറഞ്ഞാൽ, ഈ അന്തംകമ്മികളുടെ ഒക്കെ വിചാരം ഈ വീടുകൾ ഉണ്ടാക്കി കൊടുക്കുന്നത് തായ്ക്കണ്ടി തറവാട്ടിലെ പൈസ കൊണ്ടാണ്, അല്ലെങ്കിൽ ഇവിടുത്തെ മരുമോന്റെ തറവാട്ടിലെ പൈസ കൊണ്ടാണ്, അല്ലെങ്കിൽ രാജൻ മന്ത്രിയുടെ തറവാട്ടിലെ പൈസ കൊണ്ടാണ് എന്നൊക്കെയാണ് ഈ അന്തംകമ്മികളുടെ വിചാരം. അപ്പോൾ അവർ വിചാരിക്കുന്നു, ടി സിദ്ദീഖ് MLA-ക്ക് ഇവിടെ എന്ത് കാര്യം? ഈ വീടുകളൊക്കെ ഉണ്ടാക്കി കൊടുത്തത് ഞങ്ങളാണല്ലോ. എടോ അന്തംകമ്മികളെ, ഈ വീടുകൾ ഉണ്ടാക്കി കൊടുത്തത് ഈ നാട്ടിലെ ജനങ്ങളാണ്, സാധാരണക്കാരാണ്. ഇതിൽ നിങ്ങൾക്ക് ഒരു പങ്കുമില്ല. പിണറായി വിജയൻ ഒരു പങ്കുമില്ല, രാജൻ ഒരു പങ്കുമില്ല. എന്ത് പങ്കാണത്? നിങ്ങളല്ലെങ്കിൽ വേറൊരാൾ അത്രേ ഉള്ളടോ. അല്ല, നിങ്ങളെന്തോ വലിയ ദൈവത്തിന്റെ ഇങ്ങനെ അവതരിച്ച ആൾക്കാരാണ്. നിങ്ങളല്ലായിരുന്നു ഇവിടെ എങ്കിൽ ഇതിനേക്കാൾ മുമ്പേ, ഞാൻ ഉറപ്പിച്ച് പറയുന്നു, നിങ്ങളല്ലായിരുന്നു ഇവിടെ ഭരണം നടത്തിയിരുന്നെങ്കിൽ ഈ പാവങ്ങൾക്ക് ഇതിനേക്കാൾ മുമ്പേ ഇതിനേക്കാൾ നല്ല വീടുകൾ ഒരുങ്ങുമായിരുന്നു കേട്ടോ. ഒരു സംശയമില്ല. പക്ഷെ ഇപ്പൊ എല്ലാവരും കൂടി പിണറായി ഇല്ലെങ്കിൽ തീർന്നു പോകുകയായിരുന്നു. എടോ, കേരള സംസ്ഥാനം രൂപം കൊണ്ടിട്ട് എത്ര കൊല്ലമായിടോ? പിണറായി ഉണ്ടായിട്ടായിരുന്നോ? പിണറായി ആയിരുന്നോ ഈ കേരളം മുഴുവൻ ഇങ്ങനെ ഭരിച്ചത്? കൽപ്പാന്തകാലത്തോളം ഭരിക്കാൻ പോകുന്ന പിണറായിയാണ്. അപ്പോൾ ഏറ്റവും ശോഭയാകേണ്ടിയിരുന്ന അല്ലേ ഒരു ചടങ്ങ് ഇന്നലെ അൽക്കുത്താക്കി ഈ പറയുന്ന സഖാക്കളിൽ ഇരുന്ന് ടി സിദ്ദീഖിനെ കൂകിക്കൊണ്ട്. എന്താ സംഭവിച്ചത്? ഇവിടെ ഇതൊക്കെ കണ്ണു തുറന്നും കാണുന്ന സാധാരണ ജനങ്ങളുണ്ട് കേട്ടോ. ഇവിടെ കുറെ അന്തംകമ്മികളുടെ വോട്ട് കിട്ടിയാൽ ഒരിക്കലും CPM ജയിക്കില്ല. അത് നിങ്ങൾ മനസ്സിലാക്കണം. ഒരു മണ്ഡലത്തിലും അന്തംകമ്മികളുടെ വോട്ട് കൊണ്ട് മാത്രം നിങ്ങൾ ജയിക്കില്ല. നിങ്ങൾ ജയിക്കുന്നത് ഇവിടെയുള്ള നിഷ്പക്ഷരായ ഒരുപാട് ആൾക്കാരുണ്ട്. അവരുടെ എണ്ണം ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുകയാണ്. അതായത് ഒരു പ്രത്യേക രാഷ്ട്രീയ പാർട്ടിയോടുള്ള അന്ധത ബാധിച്ച ആൾക്കാരുടെ എണ്ണം കുറഞ്ഞു വരികയാണ്. ഇവിടുത്തെ സാധാരണ ജനങ്ങൾ, നിഷ്പക്ഷരായ ജനങ്ങൾ, ഈ നിഷ്പക്ഷരായ ജനങ്ങൾ എന്ന് പറയുമ്പോൾ ഒരു പക്ഷേ മറ്റു പാർട്ടികളോട് എന്താ പറയാ അടുത്തു നിൽക്കുന്നവർ പോലും, അതായത് ഇപ്പൊ BJP-യോടോ കോൺഗ്രസിനോടോ, അതായത് CPM അല്ലാത്ത മറ്റു പാർട്ടികളോടൊക്കെ ഒരു എന്താ പറയുക ഒരു ഇഷ്ടമുള്ളവരോ അതിനോട് ഐക്യപ്പെടുന്നവരൊക്കെ ആയ ആൾക്കാരാവട്ടെ, അവർ ഇലക്ഷൻ വരുമ്പോൾ അവർ കൃത്യമായി അവർക്കറിയാം ഏത് മുന്നണിയാണ് അല്ലെങ്കിൽ ഏത് പാർട്ടിയാണ് അധികാരത്തിൽ വരേണ്ടതെന്ന് അവർക്കറിയാം. അപ്പൊ ഈ വരുന്ന തെരഞ്ഞെടുപ്പിൽ പിണറായി വിജയൻ നയിക്കുന്ന പാർട്ടി അത് അധികാരത്തിൽ വരുമ്പോൾ അവരുടെ മനസ്സിലേക്ക് ഓടിയെത്തുന്ന ചിത്രം, അവരിപ്പോ ഈ വയനാട്ടിലെ വീട് 178 പേർക്ക് വീട് ഉണ്ടാക്കി കൊടുത്തു എന്നുള്ളതല്ല ഇവരുടെ മനസ്സിൽ. 410 പേർക്ക് വീട് കൊടുത്തില്ല. അർഹരായ ആൾക്കാർക്കൊന്നും വീട് കൊടുത്തില്ല. അവരോട് പറയുന്നു മഴ വരട്ടെ എന്നാ പറയുന്നത്. മഴ വരുന്നതിന് മുമ്പ് 2 വർഷമായി അല്ലേ, 2 വർഷമായി ഒരു വീടുണ്ടാക്കാൻ എത്ര സമയം വേണം? നിങ്ങളൊക്കെ വീട് ഉണ്ടാക്കിയവരോ വീടുണ്ടാക്കാൻ ആഗ്രഹിക്കുന്നവരോ വീടുണ്ടാക്കി കഴിഞ്ഞവരൊക്കെ ആയിരിക്കാം. നിങ്ങളൊക്കെ വീടുണ്ടാക്കുമ്പോൾ ഒരുപാട് നൂലാമാലകൾ അതുണ്ടാകും. പക്ഷെ സർക്കാർ വീടുണ്ടാക്കുമ്പോൾ പ്രത്യേകിച്ചും പൈസ നമ്മളൊക്കെ വീടുണ്ടാക്കുമ്പോൾ വീട് പണി പാതി നിലച്ചു പോവുക, ലോണ് കിട്ടില്ല, പൈസ ഉണ്ടാവില്ല, പണിക്കാരെ കിട്ടില്ല, അങ്ങനെ വ്യത്യസ്തങ്ങളായ കാര്യങ്ങളുണ്ടല്ലോ. സർക്കാരിന്റെ കയ്യിൽ നേരത്തെ ഞാൻ പറഞ്ഞ 770 കോടിയും കേന്ദ്രം കൊടുത്ത 560 കോടിയും അതിന് മുന്നേ കൊടുത്ത 540 കോടിയിലും കൂടി ഏതാണ്ട് ഒരു 2000 കോടി കയ്യിലുണ്ട്, സ്റ്റോക്കാണ്. അപ്പൊ പൈസ ഇങ്ങനെ കുന്നുകൂടി കിടക്കുകയാണ്. പൈസ പ്രശ്നമില്ല. ഊരാളുങ്കൽ എന്ന് പറയുന്ന കേരളത്തിലെ ഏറ്റവും വലിയ നിർമ്മാണ കമ്പനി, തൊഴിലാളികൾ ഇഷ്ടം പോലെ ക്യൂ നിൽക്കുകയാണ്. എത്ര തൊഴിലാളികൾ വേണമെങ്കിലും അവർക്ക് കിട്ടും. അങ്ങനെ ആവശ്യത്തിന് തൊഴിലാളികളും ആവശ്യത്തിന് നിർമ്മാണ വസ്തുക്കളും ആവശ്യത്തിന് പണവും. ഒരു വീട് ഉണ്ടാക്കാൻ എത്ര സമയം വേണം? പരമാവധി 1 മാസം പോട്ടെ, 2 മാസം എടുത്തോ. 2 മാസം കൊണ്ട് നിങ്ങൾക്കൊരു വീടുണ്ടാക്കാം അല്ലേ? ഞാൻ 2 മാസം എന്ന് പറയുന്നത് നീട്ടി പറഞ്ഞതാണ്. 2 മാസം ഒന്നും വേണ്ട. ഇപ്പറഞ്ഞ സംവിധാനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇപ്പൊ നിങ്ങൾ മുണ്ടക്കയിൽ ചൂരൽമലയിൽ ഉണ്ടാക്കി കൊടുത്ത വീട് പോലുള്ള ഒരു വീടുണ്ടാക്കാൻ നിങ്ങൾക്ക് പരമാവധി 2 മാസം മതി. 2 മാസം വേണ്ട, 1 മാസം കൊണ്ട് ഉണ്ടാക്കാം അല്ലേ? 178 വീടുകൾ നിങ്ങൾക്ക് ഉണ്ടാക്കണം. 2 മാസം കൊണ്ട് ഉണ്ടാക്കാവുന്നതല്ലേ? ഈ ചില ബുദ്ധിയില്ലാത്ത അന്തംഗമികൾ വിചാരിക്കും ഒരു വീടുണ്ടാക്കാൻ 2 മാസം, അപ്പൊ 178 വീടുണ്ടാക്കാൻ 178 പെരുക്കണം 2 എന്നൊക്കെ കൂട്ടുന്ന അന്തംഗമികൾ ഉണ്ടാവും കേട്ടോ. അവര് മിണ്ടണ്ട. അപ്പൊ ഞാൻ പറഞ്ഞുകൊണ്ട് വരുന്നത്, ഒരു 2 മാസം കൊണ്ട് ചെയ്യേണ്ട പണിയാണിടോ നിങ്ങൾ ഇപ്പൊ 2 കൊല്ലം കൊണ്ട് എടുക്കുന്നത്. എന്നിട്ടും എടുത്ത് തീർന്നിട്ടില്ല. നിങ്ങൾക്ക് ആരാ വോട്ട് ചെയ്യുക? പോട്ടെ, അതൊരു കാര്യം. എന്റെ തൊട്ട് അപ്പുറത്ത് എന്താണ് സംഭവിച്ചത്? നിങ്ങളുടെ ആരോഗ്യമന്ത്രി
അല്ലേ? വീണ ജോർജ് എന്ന് പറയുന്ന ഒരു മുതൽ, ഒന്നൊന്നര മുതലാണത്. വീണ ജോർജ് ആരോഗ്യരംഗം ഇത്രമേൽ കുട്ടിച്ചോറായ ഒരു കാലം മുമ്പില്ല നമുക്കറിയാം. ആരോഗ്യരംഗത്ത് തന്നെയുള്ള ഡോക്ടർ ഹാരിസ് ചിറക്കൽ പൊതുസമൂഹത്തോടാണ് പറഞ്ഞത്, ഇവിടെ ഒന്നുമില്ല, ചികിത്സാ സംവിധാനങ്ങളില്ല, ചികിത്സാ ഉപകരണങ്ങളില്ല, ഡോക്ടർമാരില്ല. എന്നിട്ട് എന്താ ചെയ്തത്? അയാളെ കള്ളനാക്കാൻ നോക്കി. നമുക്കറിയാം കേരളത്തിലെ ആരോഗ്യ മേഖല അല്ലെങ്കിൽ ആരോഗ്യരംഗം മുന്നിലാണ് എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? ഇവിടുത്തെ 80%, അല്ലെ? കേരളത്തിൽ ഒരു 80% ആരോഗ്യ മേഖലയിൽ പ്രവർത്തനങ്ങൾ നടക്കുന്നത് എവിടെയാണ്? സ്വകാര്യ മേഖലയിലാണ്. നിങ്ങൾ എത്ര പേർ സർക്കാർ ആശുപത്രിയിൽ പോയിട്ടുണ്ട്? നമ്മളൊരു ചെറിയ ജലദോഷം പനി വന്നാൽ പോലും സ്വകാര്യ മേഖലയിലേക്കാണ് പോകുന്നത്, സ്വകാര്യ ആശുപത്രിയിലേക്കാണ് പോകുന്നത്. കാരണം നമുക്ക് ഉറപ്പുണ്ട് അവിടെ മെച്ചപ്പെട്ട ചികിത്സ ലഭിക്കും, പൈസ കുറെ പോകും, അത്രയേ ഉള്ളൂ. രോഗം വന്നു കഴിഞ്ഞാൽ നമ്മൾ പൈസയെ കുറിച്ച് ചിന്തിക്കാറില്ല. രോഗം എത്രയും പെട്ടെന്ന് മാറണം. ഇനി ആരെങ്കിലും നിങ്ങൾക്ക് എന്തെങ്കിലും നിങ്ങളുടെ മകൾ വീണ് കൈക്ക് ചെറിയ എല്ലിന് ചതവ്, ഞാനൊന്ന് ചോദിക്കട്ടെ, ഏതെങ്കിലും ഒരു രക്ഷിതാവ് തന്റെ മകളെയും കൊണ്ട് ഏതെങ്കിലും ഒരു സർക്കാർ ആശുപത്രി പോകുമോ? അവരുടെ മനസ്സിൽ വിനോദിനിയുടെ ചിത്രമുണ്ട്. വിനോദിനി എന്ന് പറയുന്ന ഒരു 9ാം ക്ലാസ്സുകാരി, പാലക്കാട്ടെ 9ാം ക്ലാസ്സുകാരി കളിക്കുമ്പോൾ വീണ് കയ്യിലെ എല്ലൊന്ന് ചതഞ്ഞതാണ്. പ്ലാസ്റ്റർ ഇട്ട് മതിയായ അല്ലെങ്കിൽ നിരുത്തരവാദിത്വത്തോടെ, ഒരു ഉത്തരവാദിത്വ ബോധവും ഇല്ലാതെ ചികിത്സാ പിഴവ് കൊണ്ട് ആ പെൺകുട്ടിയുടെ വലത്തെ കൈ മുറിച്ചു കളയുകയായിരുന്നു കേട്ടോ. ഇതൊക്കെ സ്വന്തം അനുഭവിക്കുമ്പോഴേ നിങ്ങൾക്ക് ഇതിന്റെ വേദന മനസ്സിലാവുള്ളൂ കേട്ടോ. നിങ്ങൾ ആലോചിച്ചത്, നിങ്ങളുടെ മകൾ അല്ലെങ്കിൽ നിങ്ങളുടെ പേരക്കുട്ടി, നിങ്ങളുടെ അനിയത്തിക്കുട്ടി, ആ കുട്ടിയുടെ വലം കൈ ഒരു ദിവസം മുറിച്ചു കളയുകയാണ്, അല്ലേ? അനുഭവിക്കണം. അനുഭവത്തിൽ വരുമ്പോഴേ അതിന്റെ വേദന മനസ്സിലാവുള്ളൂ. ഇനി നിങ്ങളുടെ കയ്യിൽ ഒരു പൈസയുമില്ല, നിങ്ങളുടെ മകൾ വീണ് കൈയിന്റെ എല്ലൊടിഞ്ഞാൽ നിങ്ങൾ പോകില്ല, നിങ്ങൾ ഈ സർക്കാർ ആശുപത്രിയിൽ പോകില്ല. നിങ്ങളുടെ മനസ്സിൽ വിനോദിനിയുടെ ചിത്രമാണ്. നിങ്ങൾ എവിടെന്നെങ്കിലും പൈസ കടം വാങ്ങിയിട്ട് ഭാര്യയുടെ കെട്ടുതാലി പണം വെച്ചെങ്കിലും അല്ലെങ്കിൽ കെട്ടുതാലി വിറ്റെങ്കിലും നിങ്ങൾ സ്വകാര്യ ആശുപത്രിയിലേക്ക് പോകും. അതാണ് കേരളത്തിന്റെ അവസ്ഥ. കത്രിക വയറ്റിൽ വെച്ചിട്ട്, ഒന്നാണെങ്കിൽ മനസ്സിലാക്കാം, രണ്ടെണ്ണം, ഒന്ന് വീണ ജോർജിന്റെ കാലത്തും ഒന്ന് പഴയ ടീച്ചറമ്മയുടെ കാലത്തും. പപ്പാതി കത്രിക വയറ്റിനുള്ളിൽ വെച്ച് തുന്നിക്കൂട്ടി വിടുക, കഴുത്തിനുള്ളിൽ ഗൈഡ് വയർ എണ്ണി പറയുകയാണെങ്കിൽ കെടുകാര്യസ്ഥത, അല്ലേ? കെടുകാര്യസ്ഥത, അഴിമതി, കൈക്കൂലി. അതിനൊരു മന്ത്രി പ്രതിഷേധിക്കാൻ വയ്യ. ജനം പ്രതിഷേധിക്കില്ലേ? രൂക്ഷമായി പ്രതിഷേധിക്കില്ലേ? വഴി നടത്താൻ സമ്മതിക്കാൻ പാടുണ്ടോ ഇത്തരം മന്ത്രിമാരെ? പക്ഷെ അവർ കരിങ്കൊടി വീശിയപ്പോ ഈ മന്ത്രിയുടെ പെടലി ഉളുക്കിയല്ല, ചതവ്, ഇടിവ്, എന്തൊക്കെയാ പറഞ്ഞത്? വധശ്രമം, ഗറില്ലാക്രമണം, വധശ്രമം, പുലി ആക്രമിക്കാൻ ചാടിയ പോലെ ചാടി. എന്താ അപഹാസ്യമാണ്! കേരളം മുഴുവൻ കണ്ടില്ലേ? നാണം കെട്ടില്ലേ? വീണ്ടും ഇതാ മാതൃഭൂമി എന്താ പറയാ, അഭിലാഷ് മോഹനോട് ഇന്റർവ്യൂ ഞാൻ കഴിഞ്ഞ ദിവസം വീഡിയോ ചെയ്തിരുന്നു. പിന്നെയും കള്ളത്തരം പറയാം. ഇന്ന് ഏതല്ലോ പത്രങ്ങളിലുണ്ട്, എനിക്കൊന്ന് ദേശാഭിമാനിയിൽ തന്നെയാണ്, അവരുടെ സ്വന്തം ആരോഗ്യമന്ത്രി വിങ്ങിപ്പൊട്ടുന്നു, കഴുത്ത് വേദനയാവുന്നുണ്ട്. കഴുത്ത് വേദന ഒരു പക്ഷേ കഴുത്ത് എങ്ങനെയോ വേദനയായിട്ടുണ്ടാവാം. അതിനെ പറയുന്നത് ഇവര് യൂത്ത് കോൺഗ്രസ്സുകാരുടെ കരിങ്കൊടി പ്രകടനം. ആരും കണ്ടില്ല. ഇങ്ങനെയൊക്കെ പറയുന്ന ഒരു സിസ്റ്റം നിയന്ത്രിക്കുന്ന ഒരു മന്ത്രിക്ക്, ആ മന്ത്രിയുടെ അടയാളമായ ഒരു പാർട്ടിക്ക് ആരും വോട്ട് ചെയ്യും? വീണ്ടും പിന്നോട്ട് പോകാം നമുക്ക്. ആഗോള അയ്യപ്പ സംഗമം, ഒറ്റ രാത്രി അടക്കാൻ മുഖ്യമന്ത്രിക്ക് 1.25 ലക്ഷത്തിന്റെ കട്ടിൽ, ചവിട്ടാൻ 75,000 പരവതാനി, ചാരിയിരിക്കാൻ 1.5 ലക്ഷത്തിന്റെ സോഫ കമ്പറ്റ്, 625 ആൾക്കാർക്ക് 5000 ആൾക്കാരുടെ ഭക്ഷണം, 8.22 കോടി ദൂർത്ത് പിടിച്ചു. ഹൈക്കോടതി പിടിച്ചു, വിരട്ടി. ഇപ്പോഴും കൊടുത്തിട്ടില്ല. ഇന്നതാ ജയകുമാർ പത്രസമ്മേളനം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. കുറച്ചു മുമ്പ് കണക്ക് ഇനിയും കൊടുത്തിട്ടില്ല ഹൈക്കോടതിയിൽ. മറ്റൊന്ന്, ഇവര് യുവതി പ്രവേശനം പണ്ടത്തെ പറഞ്ഞത്, എന്തൊക്കെയായിരുന്നു? നവോത്ഥാനം വരുന്നു, നവോത്ഥാന മതില് വരുന്നു, യുവതികളെ അങ്ങോട്ട് ശബരിമലയിലേക്ക് അങ്ങോട്ട് പ്രവേശിപ്പിക്കും. പോലീസിന്റെ യൂണിഫോം ഒക്കെ കെട്ടിയിട്ട് എത്ര പേരെ, രഹന ഫാത്തിമയെ, അല്ലേ, ബിന്ദു അമ്മിണിയെ. ഇപ്പതാ പറയുന്നു, ഞങ്ങൾ ആചാരം സംരക്ഷിക്കാൻ പോവുകയാണ്, യുവതികളൊന്നും കയറിക്കൂടാ, ലക്ഷം വരികയാണ്, ഇവർക്ക് വോട്ട് വേണം.
ജയകുമാറിന്റെ പത്രസമ്മേളനമായിരുന്നു. ദേവസ്വം ബോർഡ് തീരുമാനിച്ചു ആചാര ലംഘനം നടത്താൻ പാടില്ല. പണ്ടത്തെ സത്യവാങ്മൂലമൊക്കെ തിരുത്തണം. പണ്ട് വി എസിന്റെ സർക്കാർ കൊടുത്ത പിണറായി സർക്കാർ അതിന്റെ അടിയിൽ തിട്ടൂരം ചാർത്തിയ ആ എന്താ പറയാ സത്യവാങ്മൂലം തിരുത്തണം. ആചാര ലംഘനം പാടില്ല, യുവതികൾ കേറിക്കൂടാ. അതാണ് ദേവസ്വം ബോർഡിന്റെ നിലപാട്. പോക്കുകയാണ്, യു ടേൺ അടിക്കുകയാണ് സർക്കാർ. ശബരിമല സ്വർണ്ണക്കൊള്ള സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ അവസാനം മുഖ്യമന്ത്രി കയ്യിലാക്കി. കാരണം അന്വേഷണം വന്ന് അന്വേഷണം എവിടേക്ക് എത്തുന്നു? ആര് അറസ്റ്റ് ചെയ്യപ്പെടാൻ കടകംപള്ളി സുരേന്ദ്രൻ അറസ്റ്റ് ചെയ്യപ്പെടാൻ പോകുന്നു. പ്രശാന്ത് അറസ്റ്റ് ചെയ്യപ്പെടാൻ പോകുന്നു. വാസവൻ അറസ്റ്റ് ചെയ്യപ്പെടാൻ പോകുന്നു. മനസ്സിലാക്കി. അത് കഴിഞ്ഞാൽ കാരണഭൂതത്തിന്റെ അടുത്തേക്ക് എത്തും. അപ്പോഴാണ് SIT ഒരു പിടുത്തം പിടിച്ചത്. ചെയ്തു പോകരുത്, പോയി തന്ത്രിയെ പിടിക്കണോ എന്നാ പറഞ്ഞത്. കാരണഭൂതം പറഞ്ഞു പോയി തന്ത്രിയെ പിടിക്കണോ. അവസാനം തന്ത്രിയെ പിടിച്ചു. എന്തായി? തന്ത്രിയെ പിടിച്ച് ജയിലിലാക്കി. അവസാനം കോടതി ജാമ്യം കൊടുത്ത് വിട്ടയച്ചു. ആർക്കും ജാമ്യം കിട്ടി. ഇപ്പഴാ മറ്റേ ഇയാൾക്ക് ശങ്കർദാസിന് ഇന്നും ജാമ്യം നിഷേധിച്ചു. പുറത്തിറങ്ങിയ ആൾക്കാർക്ക് സ്വാഭാവിക ജാമ്യം കിട്ടിയ ആൾക്കാരാണ്. പക്ഷെ തന്ത്രിക്ക് സ്വാഭാവിക ജാമ്യമല്ല, അതിനു മുമ്പ് തന്നെ ജാമ്യം കൊടുത്തു. കാരണം തന്ത്രിയുടെ പേരിൽ ഒരു നെന്മണിയോളം തെളിവുകളില്ല. എന്താണ് തന്ത്രിയുടെ അടുത്ത് കോടികൾ ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ്. തന്ത്രി ഏറ്റവും അവസാനം വാസവൻ എന്ന് പറയുന്ന മഹാകള്ളൻ അല്ലേ? ഏറ്റവും ആദ്യം പിടിച്ചിട്ടുള്ളത് ഇയാളെയാണ്. ഇപ്പോഴത്തെ ദേവസ്വം മന്ത്രി കടകംപള്ളി വാസവൻ രണ്ടും സമാസമം ഈ പറയുന്ന സ്വർണ്ണങ്ങളൊക്കെ കൂട്ടുനിന്നു എന്ന് പൊതുസമൂഹം മനസ്സിലാക്കിയവരാണ്. വാസവൻ ഏറ്റവും അവസാനമായി വാസവൻ പറഞ്ഞത് തന്ത്രി തന്നെയാണ്. എടോ വാസവ, പിന്നെ എന്തിനാണോ നിങ്ങൾക്കൊരു ദേവസ്വം ബോർഡ്? എന്തിനാണോ നിങ്ങൾക്കൊരു ദേവസ്വം മന്ത്രി? എല്ലാം തന്ത്രിയെ അങ്ങോട്ട് ഏൽപ്പിച്ച പോലെ. തന്ത്രി എന്ന് പറയുന്നത് പൂജാവിധികളും അവിടുത്തെ ആചാര സംവിധാനങ്ങൾക്കും മാത്രമേ തന്ത്രിക്ക് അവസാന വാക്കുള്ളൂ. മറ്റുള്ളതൊക്കെ ദേവസ്വം ബോർഡാണ്. ഇതൊക്കെ ഇവിടുത്തെ ആൾക്കാർക്ക് അറിയുന്നതല്ലേ? എന്നിട്ടും പറയുകയാണ് തന്ത്രി. ഞാൻ പറഞ്ഞുകൊണ്ട് വന്നത്, നിങ്ങൾ ഇങ്ങനെ കണക്കെടുപ്പ് നടത്താൻ തുടങ്ങിയാലേ ഇതിങ്ങനെ പിന്നോട്ട് പോകുന്നതിനനുസരിച്ച് എവിടെയാണ് ഒരു നല്ല കാര്യം ചെയ്തത്? ഇങ്ങനെയുള്ള സർക്കാർ വീണ്ടും ജനവിധി തേടുമ്പോൾ ആരെങ്കിലും സ്ഥിരബുദ്ധിയുള്ള, സ്വബുദ്ധിയുള്ള, നേരായ ബുദ്ധിയുള്ള ആരെങ്കിലും ഈ പറയുന്ന കൊള്ളക്കാർക്ക്, കൊള്ള സംഘത്തിന്, തെമ്മാടിക്കൂട്ടങ്ങൾക്ക് ആരെങ്കിലും വോട്ട് ചെയ്യും?